ഡീസൽ വില വർധനവിലേക്കാണ്. ഇപ്പം 10 ദിവസത്തിനിടയിൽ 3-ാം തവണയാണ് ഇന്ധനവില കൂട്ടിയിരിക്കുന്നത്. പെട്രോൾ ഇന്നിപ്പോൾ ലിറ്ററിന് കൂട്ടിയത് 87 പൈസയും ഡീസൽ ലിറ്ററിന് കൂട്ടിയത് 91 പൈസയുമാണ്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ 112 രൂപ കൊടുക്കണം. തിരുവനന്തപുരത്ത് നിന്ന് അനുരു അശോകനും കോഴിക്കോട് നിന്ന് മുബാറക്കും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അനുരു, മുബാറക്, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഇപ്പം അനുരുവിലേക്ക് ആദ്യം കാര്യമായിട്ട് പോയേക്കാം. അനുരു, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 10 ദിവസത്തിനിടെ 3 തവണ 3-ാമത്തെ വട്ടമാണ് ഈ വിലക്കയറ്റം അല്ലെങ്കിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്താൽ പോലും 3 ദിവസമായിട്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസം ഒരു 3 രൂപ കൂട്ടി, തുടർന്നുള്ള 2 ദിവസം 90 പൈസ വെച്ച് ഇപ്പോൾ 2 രൂപയോളം കൂടുതൽ, അതായത് ഒരു 10 ദിവസത്തെ 5 രൂപയോളം ഒരു വർധനവ്, 5 രൂപയ്ക്ക് അടുത്ത് വർധനവ് വന്നു കാണും ഇന്ധനവിലയുടെ കാര്യത്തിൽ. സേതു, അത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ല നമുക്കും ഈ സാധാരണക്കാരെ സംബന്ധിച്ചും. കാരണം തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തെ ഭാരത് പെട്രോളിയം പമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പലരും ഇപ്പോഴാണ് ഈ ഒരു പെട്രോൾ വില വർധനയെക്കുറിച്ച് അറിയുന്നത്. നമുക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് ഏകദേശം 112.65 രൂപയാണ് പെട്രോളിന്. ഡീസലിൻ്റെ കാര്യത്തിൽ അത് സെഞ്ചുറി അടിച്ച അവസ്ഥയിലാണ്. നമുക്ക് ഇപ്പോൾ പ്രതികരണം ആരായാം. ഡീസലിനൊക്കെ വലിയ വില വർധന ഉണ്ടായിരിക്കുന്നു. 10 ദിവസത്തിനിടയിൽ ഒരു 5 രൂപ വർദ്ധിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ചത് ഒരു വലിയ അടിയാണ്. ഇങ്ങനെ അറിയത്തുമില്ല, പെട്ടെന്ന് ഇങ്ങനെ ചെറിയ എമൗണ്ടിൽ കുറച്ച് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് നടുവടിക്കും സാധാരണക്കാർ. താളം തെറ്റും നല്ല രീതിയിൽ ബാധിക്കും. ഇനിയിപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്നതാണ്. പക്ഷെ പെട്ടെന്ന് സാധാരണക്കാരെ സംബന്ധിച്ച് വാങ്ങാനും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. പെട്ടെന്ന് വണ്ടി മാറ്റി ഇലക്ട്രിക്കിലേക്ക് വരാൻ അത് ഘട്ടം ഘട്ടമായിട്ട് ഇനി പറ്റുള്ളൂ. അതേ സേതു, അപ്പോൾ പലർക്കുമുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണുള്ളത്. കാരണം മെയ് 15-ന് വർദ്ധിപ്പിച്ചു, മെയ് 19-ന് വർദ്ധിപ്പിച്ചു, മെയ് ഇപ്പോൾ 23-ന്, ഓരോ 4 ദിവസം ഇടവിട്ടിട്ടും ഈ ഒരു വർധനവുണ്ടായിരിക്കുകയാണ്. കാരണം CNG വില വർധനവുണ്ടാകുന്നു. ഡീസലിൻ്റെ വില ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സെഞ്ചുറി അടിച്ച അവസ്ഥയിലാണ്. നമുക്കതുപോലെ തന്നെ ഇവിടെ നമുക്കൊപ്പം ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു വില വർധന? അയ്യോ, ഭയങ്കര വില വർധനയല്ലേ വർദ്ധിക്കുന്നത്. ഞങ്ങളുടെ കടകളിൽ ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെന്നല്ല, ജനങ്ങൾ മൊത്തവും. ഞങ്ങളെന്ത് പറയാൻ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ പെട്രോളിന് വില കൂടിയതിലാണ് ഈ സാധനത്തിന് അത്രയും വില കൂടുന്നത്. പെട്രോളിനും ഡീസലിനും, വിശേഷിച്ച ഡീസലിന് ഒരു ചായ കുടിക്കണമെങ്കിൽ 15 രൂപ ഒരു ചായ കുടിക്കണമെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് പറയായി, എല്ലാത്തിനും സാധനം ഇപ്പോൾ നല്ല വില കൂടും. അരിക്കൊക്കെ തന്നെ 1 കിലോയ്ക്ക് തന്നെ 60 രൂപ അടുപ്പിച്ചായി, 60-65 രൂപ വരായി. പിന്നെ അത് 100 ആകുമെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ വില പോവുകയും ചെയ്യും. പെട്രോളിൻ്റെ വില വർധന അനുസരിച്ച് നമ്മുടെ സാലറി കൂടുന്നില്ല അല്ലേ? അതെ, ശമ്പളം കൂടുന്നില്ല. അതെന്താ പറയാ, ഈ വരുന്ന പെട്രോൾ അടിക്കാൻ വരുന്നവരുടെ ഒരു റിയാക്ഷൻ എന്താണ് ഈ പറയുന്ന വില കൂടും? അതെ, അവർ തന്നെ ഇങ്ങനെ ഭയങ്കര സങ്കടം മറിച്ചില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സൈക്കിൾ എടുത്താൽ ഓടാന്നാണ് പറയേണ്ടത് ആൾക്കാർ. മോനെ എത്ര? അതാണ് അനുരു, അതാണ്. എന്തായാലും സേതു, വളരെ അതെ, അത് തന്നെയാണ് അവസ്ഥ. ഇനിയിപ്പം മനുഷ്യൻ ഇനി ആദിമകാലത്തൊക്കെ പോയ പോലെ കാളവണ്ടിയും സൈക്കിളും ഒക്കെ വീണ്ടും നിരത്തിറക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയിലാണ് ഉള്ളത്. മുബാറക്ക് കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട്ടെ സാഹചര്യം കൂടി നോക്കാം. മുബാറക്കെ, എന്താ അവിടുത്തെ അവസ്ഥ? സേതു, ഇവിടെയും സമാനമായ അവസ്ഥ തന്നെയാണ്. അത്ര വലിയ സന്തോഷമല്ല പൊതുജനങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് അരയിടത്തു പാലത്തെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിലവർദ്ധനവ് കൊണ്ട് ആളുകൾ വരാത്തതാണോ എന്നറിയില്ല. പമ്പിൽ പൊതുവെ ആളുകൾ കുറവാണ്. 2 ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇതാ ഒരു ചേട്ടൻ പെട്രോൾ അടിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ചേട്ടനോടൊന്ന് പ്രതികരണം എടുത്ത് നോക്കാം. ചേട്ടാ, പെട്രോൾ വില വീണ്ടും ഇന്ന് വർദ്ധിച്ചത്? അതെ, ഞാൻ കേട്ടു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അത് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്തതുപോലെ നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നമ്മളെ ഈ കേരളത്തിൻ്റെ ടാക്സ് ഒന്ന് കുറച്ച് തന്നൂടെ? ജനങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കുമല്ലോ ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ്റിനെ ജനങ്ങൾ അംഗീകരിച്ച പോലെ അല്ലേ? ഈ വാഹനം പെട്രോളാണോ അതോ ഡീസലാണോ? പെട്രോളാണ്. പെട്രോൾ വില 100, ഇവിടെ 110. ഇവിടെ പവർ മാത്രമേ ഉള്ളൂ. 120 റുപ്യാണ് പവറിന് ഞങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ അടുത്തുള്ള പമ്പ് കിട്ടാൻ പോകുന്ന റിലയൻസ് ആണ്, അവിടെയും കൂടുതലാണ്. പിന്നെ ഇനിയിപ്പോൾ മറ്റുള്ള പബ്ബിലൊക്കെ സുലഭമാണോന്ന് എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്തായാലും നിർബന്ധിതമായിട്ടുള്ള പെട്രോൾ അടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം ഒരു ആഗ്രഹത്തോട് ചോദിക്കുകയാണ്, കേരളത്തിൻ്റെ ഈ ടാക്സ് ഒന്ന് കുറച്ച് തന്നാൽ അത്രയും നമുക്കൊരു ഉപകാരമാവില്ലേ? അതല്ലേ സന്തോഷമല്ലേ? സേതു, അതാണ് ഇവിടെ ആളുകൾ പറയുന്നത്. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ ഒന്ന് സെസ് കുറച്ച്
പൊതുജനങ്ങൾക്ക് ഒരു ഭാരം കുറച്ചു നൽകുമോ എന്നുള്ളത് കാത്തിരുന്നറിയാം.